ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആക്ച്വലി ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വെയിൽ ലൂപ്പിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ ആയിക്കോട്ടെ, അതിനെ റിപ്പീറ്റഡ് ആയിട്ട് കുറേയധികം പ്രാവശ്യം നമുക്ക് ഒരേ കാര്യം തന്നെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് അതിനെ റൺ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് നമ്മുടെ ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകളുടെ യൂസ് അല്ലെങ്കിൽ ഒരു ലൂപ്പിംഗ് എന്ന് പറയുന്ന ഒരു മെത്തഡോളജി. വെയിൽ ലൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഫോർ ലൂപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് വെയിൽ ലൂപ്പാണ്. അപ്പോൾ ഈ ലൂപ്പിങ്ങിനും ഓരോ ലൂപ്പിങ്ങിനും ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ അതിനൊരു പ്രത്യേക സ്ട്രക്ചർ ഉണ്ട്. ഹൗ ദാറ്റ് ലൂപ്പ് വി ക്യാൻ ബി റൈറ്റ്. അപ്പോൾ എങ്ങനെ നമുക്ക് ആ ലൂപ്പ് എഴുതാൻ പറ്റും എന്നുള്ളതിനൊരു ബേസിക് ഉള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് മനസ്സിൽ കീപ്പ് ചെയ്തിട്ടായിരിക്കണം നമ്മളൊരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ റിട്ടേൺ ചെയ്യുക, റൈറ്റ്. അപ്പോൾ നമുക്ക് ആ ഒരു വെയിൽ ലൂപ്പിൻ്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. അപ്പോൾ വെയിൽ ലൂപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് അതിൻ്റെ സ്ട്രക്ചർ ആദ്യം എഴുതാം. ആദ്യം തന്നെ നമ്മൾ എന്താ പറയുന്നത്, അതായത് നമ്മൾ ഇനിഷ്യലൈസേഷൻ ആണ് ആക്ച്വലി എന്തെന്ന് നമ്മുടെ വെയിൽ ലൂപ്പിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യം, റൈറ്റ്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടീഷണൽ ചെക്കിംഗ് ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യും, ഒരു കണ്ടീഷണൽ എന്തെങ്കിലും സ്പെസിഫിക് കണ്ടീഷൻ ഉണ്ടായിരിക്കുമല്ലോ, ആ ഒരു കണ്ടീഷൻ ചെക്കിംഗ് ആയിരിക്കും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നടക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അതായത് ഏതാണോ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വർക്കൗട്ട് ചെയ്യേണ്ടത് ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും മൂന്നാമത് നമുക്ക് എഴുതേണ്ടത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ അപ്ഡേഷൻ കൊടുക്കുക, റൈറ്റ്. അപ്പോൾ ഇത്രയും സ്റ്റേജസ് ആണ് ബേസിക്കലി ഉള്ളത്. ആദ്യം ഇനിഷ്യലൈസ് ചെയ്യുന്നു, പിന്നെ കണ്ടീഷൻ ചെക്കിങ്, സ്റ്റേറ്റ്മെൻറ്റ്, അപ്ഡേഷൻ. അതായത് ഇനിഷ്യലൈസ് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, കണ്ടീഷൻ ചെക്ക് ചെയ്യും. കാര്യം എന്താ, ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആകുന്നത് വരെ എന്ത് ചെയ്യുന്നു, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തേയിരിക്കുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. സോ ഓരോ പ്രാവശ്യം സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ടിന് ശേഷം എന്താ ചെയ്യുന്നത്, അപ്ഡേഷൻ ചെയ്യുകയും അപ്ഡേഷൻ ചെയ്തിട്ട് നേരെ പോകുന്നത് ഇങ്ങോട്ടായിരിക്കും, കണ്ടീഷണൽ ചെക്കിങ്. അങ്ങനെ ഒരു വർക്ക് ഫ്ലോ ആയിരിക്കും ബേസിക്കലി ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്കപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒരു 5 വരെയുള്ള സംഖ്യ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതിനായിട്ട് ഞാൻ ആക്ച്വലി ഇനിഷ്യലൈസ് ചെയ്യാൻ പോവാണ്. സോ i = 0 കൊടുത്തു. ആൻഡ് അതിനുശേഷം ഞാൻ എന്താ വെയിൽ i <, ഒരു 5 പ്രാവശ്യം എനിക്കിത് എക്സിക്യൂട്ട് ചെയ്യണം, റൈറ്റ്. 5 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ 0 to 5 വരെ വന്നാൽ മതി. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എത്ര പ്രാവശ്യമായിരിക്കും, സോ ഓട്ടോമാറ്റിക്കലി 6 പ്രാവശ്യം ആവുന്നത്. ഓക്കെ, 5 പ്രാവശ്യം ആണെങ്കിൽ <5 കൊടുക്കണം, റൈറ്റ്. അപ്പോൾ 0 തൊട്ട് 4 വരെ എക്സിക്യൂട്ട് ആവും. 0, 1, 2, 3, 4. അപ്പോൾ എത്ര, 5 പ്രാവശ്യം ടോട്ടലായി അല്ലേ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്ത് ഞാൻ ആക്ച്വലി സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ പോവാണ്. എന്താ എഴുതേണ്ട, 5 വരെ എനിക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രിൻറ്റ് i കൊടുത്തു. അതിനുശേഷം ഞാൻ എന്ത് അപ്ഡേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം. കാര്യം ഓരോ പ്രാവശ്യവും പ്രിൻറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ഐയുടെ അകത്തുള്ള വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഐയുടെ അകത്തുള്ള വാല്യൂ 0 തന്നെ ആയിപ്പോയില്ലേ. 0 എന്ന് പറയുന്നത് എപ്പോഴും ട്രൂ കേസസ് ആണ്, കാര്യം <5 അല്ലേ. അപ്പോൾ അത് ഇൻഫിനിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അതിന് പകരം i = i+5 ഞാൻ എഴുതി. ഓക്കെ, സോറി, i+1 ഞാൻ എഴുതി. ഓക്കെ, ഇപ്പം എന്താ സംഭവിച്ചാൽ ഓരോ പ്രാവശ്യം പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും എന്ത് ചെയ്യുന്നു, ഈ ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ആവുന്നു. അതിനുശേഷം നേരെ വെയിൽ ലൂപ്പിൻ്റെ അവിടെ ഒന്ന് കണ്ടീഷൻ വയ്ക്കുന്നു. അതായത് ഇതിൻ്റെ വർക്ക് ഫ്ലോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം എന്താ ചെയ്യുന്നത്, ആദ്യം ഐയുടെ വാല്യൂ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. അതിനുശേഷം പിന്നെ നടക്കുന്നതെല്ലാം ഈ വെയിൽ ലൂപ്പിൻ്റെ അകത്തായിരിക്കും, റൈറ്റ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം ഒരു ലൂപ്പ് അല്ലെങ്കിൽ ഒരു സർക്കിൾ പോലെ ഈ ഒരു ലൂപ്പിൻ്റെ അല്ലെങ്കിൽ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് അകത്തായിരിക്കും നടക്കുന്നത്, റൈറ്റ്. കാര്യം ആദ്യം നമ്മൾ എന്താ ചെക്ക് ചെയ്യുന്നത്, വെയിൽ i <5 ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ കറക്റ്റാണ്, കാര്യം ആദ്യം നമുക്ക് 0 സെറ്റ് ചെയ്തല്ലോ, അപ്പോൾ കറക്റ്റാണ്. ലൂപ്പിൻ്റെ അകത്തോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, പ്രിൻറ്റ് ഓഫ് i 0 ആദ്യം പ്രിൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഒരു അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ടല്ലേ, i = i+1. അപ്പോൾ ഐയുടെ വാല്യൂ 1 ആകും. 1 ആയിട്ട് എങ്ങോട്ടാണ് പോകുന്നത്, ഇതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് നേരെ പോകുന്നത് ഇങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പം ഐയുടെ വാല്യൂ എന്താ, ഇവിടെ i ഒന്ന് ഇൻക്രിമെൻ്റ് ആയല്ലോ. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ഐയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ 1 ആവും. 1 <5 കറക്റ്റാണ്, ട്രൂ ആണ്. അപ്പോൾ എന്ത് ചെയ്യും, അകത്തോട്ട് പോകുന്നു. അപ്പോൾ പ്രിൻറ്റ് i 1 പ്രിൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം പിന്നെ എന്താ സംഭവിക്കുന്നത്, ഐയുടെ വാല്യൂ ഒന്നുകൂടി കൂടുന്നു. അപ്പോൾ ഐയുടെ വാല്യൂ 2 ആകുന്നു. എന്നിട്ട് എങ്ങോട്ടാണ് പോകുന്നത്, നേരെ ഇങ്ങോട്ടാണ് പോകുന്നത്. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ട്രൂ ആണ്. അങ്ങനെ ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആകുന്നത് വരെ ഇതിങ്ങനെ
കറങ്ങിക്കൊണ്ടിരിക്കും. ഫോൾസ് ആവുന്നത് എപ്പോഴാണ്? 5 എന്ന് പറയുന്ന വാല്യൂ ഈ ഐയുടെ സ്ഥാനത്ത് 5 വരുമ്പോഴായിരിക്കും ഇത് ഫോൾസ്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ? 0 1 2 3 4. ഓക്കെ, കണ്ടോ? അങ്ങനെ നമ്മൾ 4 വരെയുള്ള എന്ത് പ്രിന്റ് ചെയ്തു? നമ്പേഴ്സ് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ വെയിൽ ലൂപ്പിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു നമ്മുടെ പൈത്തണിൽ പൈത്തണിൽ വെയിൽ ലൂപ്പിന് ചെറിയൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ചെറിയൊരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്ക് എൽസ് പാർട്ട് എഴുതാൻ പറ്റും. പൈത്തണിൽ മാത്രമുള്ളൊരു മെത്തേഡാണ് ആക്ച്വലി എൽസ് പാർട്ട്. അതായത് ഇപ്പോൾ 4 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ടെർമിനേറ്റ് ആവും. അല്ല എങ്കിൽ ഈ ഒരു വെയിൽ കണ്ടീഷൻ ഫോൾസ് ആകുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് എൽസ് പാർട്ടിൽ എഴുതാം. അതായത് ഞാനൊരു സാമ്പിളിൽ കാണിച്ചു തരാം. എൽസ് പ്രിൻറ്റോ enter കണ്ടോ? ഇവിടെ എന്താ സംഭവിച്ചെന്ന് അറിയാമോ? അതായത് ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആകുന്ന കേസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്, റൈറ്റ്? അപ്പോൾ ഇവിടെ 5 ആകുമ്പോൾ ഐയുടെ സ്ഥാനം ഐക്കകത്തുള്ള വാല്യൂ 5 ആകുമ്പോൾ എന്താ സംഭവിച്ചത്? ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു എൽസ് പാർട്ടിൻ്റെ ഈ ഒരു പോർഷൻ ഫോൾസ് ആയി. ഫോൾസ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നേരെ എൽസ് പാർട്ടിലോട്ടും. അതായത് ഈ ഒരു വെയിൽ പാർട്ടിന് ഇവിടെ ഫോൾസ് ആകുമ്പോൾ ഈ ഒരു എൽസ് പാർട്ട് വർക്ക് ചെയ്യും. വളരെ വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. കാര്യം ഈ ഒരു എൽസ് പാർട്ടിൻ്റെ ഇവിടെ ഫോൾസ് ആകുമ്പോൾ എന്താ വർക്ക് ചെയ്യുന്നത്? എൽസ് ഉണ്ടെങ്കിൽ ആ എൽസ് വർക്ക് ചെയ്യും. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ഡയറക്റ്റ് ഇവിടെ ഐക്ക് 0.5 കൊടുക്കാൻ നിൽക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? ഇതൊന്നും എക്സിക്യൂട്ട് ചെയ്യത്തില്ല. കാര്യം ആദ്യം തന്നെ ഫോൾസും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കിക്കോണം. കണ്ടോ? എൻ്റർ വാലിഡ് ഇൻപുട്ട്. കാര്യം എന്താ? ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല. കാര്യം 5 ലെസ് ദാൻ 5 കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ എന്താ സംഭവിച്ചത്? നേരെ എൽസ് പാർട്ടിലോട്ട് വന്നു. സോ ഇതാണ് നമ്മുടെ വൈൽ അതുപോലെ തന്നെ എൽസും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഈ ഒരു ഫോർ ലൂപ്പ് അല്ലെങ്കിൽ ഈ ഒരു പൈത്തൻ്റെ അകത്തുള്ള വൈൽ ലൂപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് പൈത്തൻ്റെ അകത്തുള്ള വൈൽ ലൂപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. നമ്മൾ ഇത് വെച്ചിട്ട് ആപ്ലിക്കേഷനിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സോ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലോ ചോദിക്കാവുന്നതാണ്. ഞാൻ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ആരെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ബൈ.